അവിടെ കുടിച്ചിട്ടില്ല, ബാക്കിയുള്ളവർ കുടിച്ചിട്ടില്ല. തങ്ങളുടെ മറുപടി നോമ്പല്ലേ, സാരില്ല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഒറ്റ വാക്ക്, അവർ ദോഷികളാണ് സഹാബ, അവർ ദോഷികളായിട്ടുണ്ട് സഹാബ, അവർ ദോഷികളാണ്, അവർ പാപികളാണ്. ആര് പാപികളായതിപ്പോ? വെള്ളം കുടിക്കാത്തവര് എന്താ പാപികളാവാൻ കാരണങ്ങൾ പറയും. എന്താ കാരണം? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. ശരിയല്ലേ? അള്ളാന്റെ കൽപ്പന ധിക്കരിച്ചു ഇല്ലേ? അള്ളാഹുവിനെതിരെ ഇവിടെ പാപിയാവുള്ളൂ. പാപിയുടെ അർത്ഥം എന്താ? വിഷയാൻ, തെറ്റ് എന്ന വാക്കിന് അർത്ഥം എന്താ? അള്ളാഹു പറഞ്ഞതിന് എതിരെയ്യ. അതിന്റെ പേരാണെന്ത്? അയ്യോ, കേൾക്കലല്ലേ? അള്ളാഹു പറഞ്ഞതിന്റെ എതിര് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? തെറ്റ്. തെറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റം എന്ന അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കലിന്റെ പേരാണെന്ത്? തെറ്റ്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഹുമുൽ ആസൂൻ, അവർ ദോഷികളാണ്, പാപികളാണ്, തെറ്റ് ചെയ്തവരാണ്, അള്ളാനെ ധിക്കരിച്ചവരാണ്, അള്ളാഹ്ക്ക് എതിര് ചെയ്തവരാണ്. അതെങ്ങനെ? റസൂലുള്ളാഹിനെ ധിക്കരിച്ചപ്പോ എന്തായി? അള്ളാഹിനെ ധിക്കരിച്ചു. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ആരെങ്കിലും അള്ളാന്റെ റസൂലിനെ വഴിപ്പെട്ടാൽ ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അള്ളാഹിനെ വഴിപ്പെട്ട് കഴിഞ്ഞു. ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അള്ളാഹിനെ വഴിപ്പെട്ട് കഴിഞ്ഞു. ഖുർആന്റെ പ്രഖ്യാപനം അങ്ങനെ പോയി. അള്ളാന്റെ വഴിപാടിലേക്ക് എത്തിക്കുന്നല്ല. നിങ്ങൾ ആ പോയിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ആരെങ്കിലും റസൂലുള്ളാഹിനെ വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലേക്ക് എത്തും എന്നാണോ പറഞ്ഞത്? അല്ലല്ല, എന്താ പറഞ്ഞത്? ആരെങ്കിലും റസൂലുള്ളാഹിനെ വഴിപ്പെട്ടാൽ ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അള്ളാഹിനെ വഴിപ്പെട്ട് കഴിഞ്ഞു. അത് തന്നെയാണ് അള്ളാഹിനെ വഴിപ്പെടൽ എന്നർത്ഥം. മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന പറയണത്. അപ്പൊ റസൂലുള്ളാഹിനെ ധിക്കരിച്ചാലോ? അള്ളാഹിനെ ധിക്കരിച്ചു. എന്താ കാരണം? നിങ്ങൾ പറയും, എന്താ കാരണം? റസൂലുള്ളാഹി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നും അല്ലാഹുവിൽ നിന്നല്ലാതെ ഇല്ല. വമാ അൻഫുഹു വമാ ഐനു വമാ യദുഹു വമാ റിജ്ലുഹു വമാ ഹുവ ഇല്ലാ അനാ, ആ ഹബീബിൽ ഞാനല്ലാതെ ഇല്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ളത് ഇതാണ്. പുറമേ നോക്കി ഇങ്ങനെ നോക്കിയാൽ കാണൂല, പക്ഷെ ബാക്കിൽ നോക്കി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഉൾക്കാഴ്ച കൊണ്ട് കാണണം. അതാണ് നൂറുല്ലാഹ് ഹഖിന്റെ തജല്ലി. നൂറുല്ലാഹ് ഹഖിന്റെ തജല്ലി റസൂലുള്ളാഹി. ഒരു സംശയം വേണ്ട, റസൂലുള്ളാഹി അല്ലാഹുവിൽ ലയിച്ചു നിൽക്കുകയാണ്. അല്ലാഹുവിൽ ലയിച്ചു നിൽക്കുകയാ. തങ്ങളടുത്തേക്ക് നമ്മൾ ചെന്നാൽ നമ്മൾ ആരെടുത്തെത്തും? എത്തും? നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ എത്തൂലേ? നിങ്ങൾ പറയും എത്തൂലേ? എത്തും, നിശ്ചയമായും എത്തും. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് വളരെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാ. ഇത് അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തായി തോന്നിയത്. ഇന്നല്ലദീന യുബായിഊനല്ലാഹ്, നിശ്ചയമായും നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നല്ലദീന യുബായിഊനക, നബിയേ താങ്കളോട് ബൈഅത്ത് ചെയ്യുന്നവർ, താങ്കളോട് കരാർ ചെയ്യുന്നവർ, ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ അല്ലാഹുവിനോട് മാത്രമാണ് കരാർ ചെയ്തിട്ടുള്ളത് നബിയേ. ശരിയല്ലേ? റസൂലുള്ളാഹിനോട് നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട ആരോടാ? ഒരു വാക്ക് പറഞ്ഞ ആരോടാ പറയുക? അതെവിടേക്കാണ് പോണത്? അത് അള്ളാഹ്ക്ക് കൊടുത്ത വാക്കാ. ആരത് പറയുന്നത്? അള്ളാഹ് ഖുർആനിൽ പറയുന്നത്. നമുക്ക് അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞു ഇങ്ങനെ. എന്നിട്ട് പറഞ്ഞു തീരുന്നില്ല. ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ അള്ളാഹുവിനോടാണ് കരാർ ചെയ്തത്. എന്നിട്ട് പറയാ, ഒന്നുകൂടി വ്യക്തമായിട്ട് നമ്മുടെ സംശയം മാറ്റാൻ വേണ്ടി പറയാ, യദുല്ലാഹി ഫൗക ഐദീഹിം, യദുല്ലാഹി അള്ളാഹുവിന്റെ കൈയാണ് കേട്ടോ, അവർക്ക് മുകളിൽ വച്ചിട്ടുള്ള കൈ. നോക്ക് നിങ്ങൾ അള്ളാഹ് പറഞ്ഞ വാക്ക് നോക്ക്. റസൂലുള്ള വച്ച കൈയിനെ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കൈയിനെ അല്ലാഹ് എന്താ പറഞ്ഞത്? അള്ളാന്റെ കയ്യാണ്. അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ പറയും. എന്താ കിട്ടിയ കാരണം?
റസൂലുള്ള വെറുതെ കൈ വെക്കോ? റസൂലുള്ളാഹിക്ക് വെറുതെ കൈ വെക്കാൻ പറ്റോ? റസൂലുള്ളാഹിന്റെ ജീവനും കാഴ്ചയും കേൾവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള അറിവും കാഴ്ചയും കേൾവിയും ഇറാദത്തും എല്ലാം ആരിൽ നിക്ഷിപ്തമാണ്? പറയൂ, ആരിൽ നിക്ഷിപ്തമാണ്? അല്ലാഹുവിൽ നിക്ഷിപ്തമാണ്. അല്ലാഹുവിൽ നിന്നല്ലാതെ റസൂലുള്ളാഹിക്ക് കൈ അനക്കാൻ, കാലനക്കാൻ, ചുണ്ടനക്കാൻ കഴിയില്ല. അല്ലാഹുവിലൂടെ അല്ലാതെ തങ്ങൾക്ക് ഒരടി നടക്കാൻ കഴിയില്ല, ഒരടി വയ്ക്കാൻ പോലും കഴിയില്ല. അല്ലാഹുവിലൂടെ അല്ലാതെ തങ്ങൾക്കൊന്ന് ചിരിക്കാൻ, തങ്ങൾക്കൊന്ന് സംസാരിക്കാൻ, തങ്ങൾക്കൊന്ന് കരയാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പേര് അഷ്റഫുൽ ഖൽഖ്, ത്വാഹ അഷ്റഫുൽ ഖൽഖ്, സമ്പൂർണ്ണ മനുഷ്യ പൊരുൾ എന്ന പേര് റസൂലുള്ളാഹിക്കുള്ള പേരാണ്. അല്ലാഹുവിന്റെ ആകെയുള്ള അടിമ മുത്തു റസൂലാണ്. റസൂലുള്ളാഹിക്ക് ഒന്നും കഴിയൂല, അല്ലാഹുവിലൂടെ അല്ലാതെ ഒന്നും സാധ്യമല്ല. അപ്പോ റസൂലുള്ള കൈ വെച്ചാൽ ആരെ കൈ വെക്കരുത്? നിങ്ങൾ പറയും, ആരെ കൈ വെച്ചത്? സംശയമുണ്ടോ? സംശയിക്കരുത്. ആരെ കൈവച്ചത്? അല്ലാഹു ആണ് കൈവച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യദുല്ലാഹി ഫൗക അയ്ദീഹിം, അവർക്ക് മേൽ വച്ചിട്ടുള്ള കരം അല്ലാഹുവിന്റെ കരമാണെന്ന് ഖുർആൻ. ഒരു സ്ഥലത്തൊന്നുമല്ല, എത്ര സ്ഥലത്താ പറഞ്ഞിരിക്കുന്നത്? റസൂലുള്ളാഹിനെ ഇവര് വളഞ്ഞില്ലേ? ആര് വളഞ്ഞില്ലേന്ന്? അബൂജഹലും പാർട്ടിയും കൊല്ലാൻ വേണ്ടി വളഞ്ഞില്ലേ? അതൊക്കെ ഒരു തന്ത്രാട്ടോ. റസൂലുള്ളാഹിനെ വളയാനൊന്നും ആർക്കും പറ്റൂല. നിങ്ങൾക്ക് വല്ല ചൂടുണ്ടോ? അതൊക്കെ റസൂലുള്ളാഹിന്റെ ഒരു തട്ടിപ്പാ, അള്ളാന്റെ ഒരു തട്ടിപ്പാ, ഒരു ഹിക്മത്തിന്റെ വഴിയാണ് അതൊക്കെ. അതൊക്കെ വിഷയം വേറെ വിഷയത്തിലേക്ക് പോകും. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ കാര്യമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞല്ലോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പറയണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ. ഒരു സംശയമുണ്ട, തങ്ങൾ നമുക്ക് സീല് വെക്കാതെ, തങ്ങൾ ഏറ്റെടുക്കാതെ ഒരു പൊന്നുമോനും ഒരു ഔലിയയും ഒരു കുത്തുബും ഒരു ഗൗസും ലോകത്തുള്ള ഒരു അമ്പിയയും ഒരു ഔലിയയും ഒരു സിദ്ധിയും റസൂലുള്ളാഹിന്റെ ശഫാഅത്തില്ലാതെ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടക്കുകയില്ലെന്ന് നിസ്സംശയം ഉറപ്പിച്ചോളൂ. ഒരു കുത്തുബും ഒരു ഗൗസും ഒരു നബിയും മുത്ത് റസൂലുള്ളാഹിനെ വിശ്വസിക്കാതെ, റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ ഒരാൾക്കും അല്ലാഹുവിലേക്ക് കടക്കാൻ സാധ്യമല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞു. ആര്? അബൂജഹലും ബാക്കി വീട് വളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി പോണല്ലോ. വീട്ടിൽ ടൈൽസ് ഒന്നുമില്ല. വീട്ടിൽ എന്താ ഉള്ളത്? നിലത്ത് മണ്ണുള്ളത്. തങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നബിയെ ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്ത് ചെയ്തോളി, ഇട്ടാ മതി. അങ്ങനെ ഒരു പിടി മണ്ണ് വാരിയിട്ടാല് എന്താ സംഭവിക്കാൻ പോണ? എല്ലാവരും കണ്ണിലും പോവോ? നമ്മളിപ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും കണ്ണിലും പോവില്ലല്ലോ. അവർ പുറത്തല്ലേ നിൽക്കണേ. പക്ഷെ തങ്ങളിങ്ങനെ ഒരു പിടി മണ്ണ് വാരിങ്ങനെ അറിഞ്ഞുള്ളൂ. പക്ഷേ എല്ലാവരുടെയും കണ്ണിലേക്ക് അന്ധത ബാധിച്ചു. അവരുടെ മുഴുവൻ കണ്ണിലേക്കും അന്ധത ബാധിച്ചു. തങ്ങൾ വീട് തുറന്ന് അങ്ങനെ അവരുടെ ഇടയിലൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി. അവരാരും തങ്ങളെ കണ്ടില്ല. ഇതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വമാ റമൈത വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമാ റമൈത ഇദ് റമൈത, നബിയെ തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങളല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹു ആണ് എറിഞ്ഞത്. ശരിയല്ലേ? ആരറിഞ്ഞത്? നിങ്ങൾ പറയും, ആരറിഞ്ഞത്? അല്ലാഹു അറിഞ്ഞത് അല്ലേ? റസൂലുള്ളാഹിക്ക് അറിയാൻ പറ്റോ? ഇല്ല, അല്ലാഹു അറിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂര്യന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ നിഴലില്ല. ഉണ്ടാവോ? നിഴലില്ല. വേർപ്പ് സുഗന്ധമായിരുന്നു അല്ലേ? ഒരിക്കൽ ആയിഷ ബീവി ഇങ്ങനെ റസൂൽ തങ്ങളുടെ നഖം വെട്ടിയിട്ട് നമ്മുടെ നഖം പൊളിച്ചിടും. തങ്ങളുടെ നഖം ആയിഷ ബീവി എടുത്തു വയ്ക്കുക ചെയ്യുക. ആയിഷ ബീവി എന്ത് ചെയ്തു? അത് എടുത്തു വെച്ചു. അങ്ങനെ എടുത്തു വെച്ചിട്ട് കുറച്ച് സമയം എടുത്തു നോക്കിയപ്പോ കണ്ണഞ്ചിക്കുന്ന പ്രകാശമുള്ള മുത്തുരത്നങ്ങളായിട്ട് ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്നു, റസൂലേ, അങ്ങയുടെ നഖം വെട്ടിയത് ഞാൻ എടുത്തു വെച്ചതാണ് നബിയെ. ഇതാ ഇത് പവിഴങ്ങൾ, മുത്തുമണികൾ, രത്നങ്ങളായി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമുള്ള രത്നങ്ങളായി തിളങ്ങുകയാണല്ലോ നബിയെ. തങ്ങൾ ചോദിച്ചു, അമ അലിംതി യാ ആയിഷു അന്നീ കുല്ലുഹാ ദുർറ. ആയിഷ, നിനക്കറിയില്ലേ ഇപ്പോഴും ഞാൻ തന്നെ ഒരു മുത്താണല്ലോ ആയിഷ. എന്റെ നഖാവണ്ട, ഞാൻ തന്നെ മുത്തല്ലേ, ഞാൻ മുഴുവനായും വിലമതിക്കാൻ കഴിയാത്ത മുത്തുരത്നമല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ.
നോക്ക് നിങ്ങൾ. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അതിൽ നിന്ന് വരിക, അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാട്ടോ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ചെറിയൊരു രൂപം മനസ്സിലായില്ലേ, ചെറിയ ഷോർട്ടായിട്ട് മനസ്സിലായില്ലേ? മാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, റസൂലുള്ളാഹിനെ ശരിക്കും അല്ലാഹുവേ അറിയുള്ളൂ. ഇത് ഷോർട്ടായിട്ട് മനസ്സിലായില്ലേ? റസൂലുള്ളാഹിനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ കാണണം? റസൂലുള്ളാഹിനെ കാണുമ്പോൾ എങ്ങനെ കാണണം? റസൂലുള്ളാഹിയോട് നമ്മൾ ആരെ കാണേണ്ടത്? അതുകൊണ്ടാണ് കുട്ടികളെ ഇത് മനസ്സിലാക്കിയ ആളായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു എന്താ? സ്വഹാബികളുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് റക്അത്തുകൾ രാത്രി നിന്ന് നിസ്കരിക്കുന്നവരുണ്ട്, നോമ്പ് നോൽക്കുന്നവരുണ്ട്, ദാനകർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. തങ്ങൾ പറയുകയാണ്, ഓ സ്വഹാബ, എന്റെ സിദ്ദീഖിന്റെ ശ്രേഷ്ഠത നിങ്ങളെക്കാളൊക്കെയും ഉണ്ട് എന്ന് തന്നെയുമല്ല, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും എന്റെ സിദ്ദീഖിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സിദ്ദീഖ് തങ്ങളുടെ ഏറ്റവും വലിയ അമൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നത് ഏറ്റവും വലിയ അമൽ എന്താ? റസൂലുള്ളാഹിനെ നോക്കിയിരിക്കല്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കല്. മുഴുവൻ സമ്പത്തും റസൂലുള്ളാഹിക്ക് വേണ്ടി ചെലവഴിച്ചില്ലേ സിദ്ദീഖ്? ജീവിതം മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടി എഴുതി കൊടുത്തില്ലേ സിദ്ദീഖ്? കൊടുക്കാതിരിക്കോ? നിങ്ങൾ ചിന്തിക്ക്, കൊടുക്കാതിരിക്കോ? ഈ ഒരു പോയിന്റിലേക്ക് എത്തിയ പിന്നെ അല്ലല്ലേ മുന്നിൽ നിൽക്കുന്നത്? അല്ലേ? ജീവിതം മുഴുവനും ആ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് ജീവിതം മുഴുവനും റസൂലുള്ളാഹിന്റെ കാലടിയിൽ വെച്ചു കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നോക്ക്, അവിടെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം, ആ പൊരുത്തം, അതാണ് ഏറ്റവും മഹത്വം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് പറഞ്ഞില്ലേ, അള്ളാഹുവിലേക്ക് ലയിച്ചു നിൽക്കാന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു ഔലിയ, ഒരു കുത്തുബ്, ഒരു ഗൗസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉന്നതമായ പദവികൾ ഇങ്ങനെ വേറെ പദവികൾ ഉണ്ടാവും. പല പദവികളുണ്ട്. ഷോർട്ടായിട്ട് പറയുകയാണ്, മുഅ്മിനീങ്ങളുടെ പദവിയും പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നേരം വരും. അപ്പോ ഒരു കുത്തുബിന്റെ സ്ഥാനം പറയാം. ഒരു കുത്തുബ് എന്ന് പറഞ്ഞാൽ ആ കുത്തുബിന്റെ ആത്മാവിന്റെ അറ്റം പോയി നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരാൾ കുത്തുബാകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ഒരാളുടെ ആത്മാവിന്റെ മറുഭാഗം നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു കുത്തുബിന്റെ, നമ്മളിലേക്ക് അഭിമുഖീകരിക്കുന്ന ഒരു കുത്തുബിന്റെ ആത്മാവിന്റെ മറുഭാഗം, ബാക്ക് വശം, അത് പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്പൂർണമായി ലയിച്ചാലേ ഒരാൾ കുത്തുബായി മാറുകയുള്ളൂ. ഇപ്പൊ വിഷയം മാറി വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്ക്. ഇതിൽ തന്നെ ലയനത്തിൽ പല പടികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ആത്മാവിൽ സമ്പൂർണമായി ലയിക്കാൻ, അങ്ങേ അറ്റത്തെ ലയനം പ്രാപിക്കാൻ അത് വളരെ പ്രയാസമാണ്. അത് വിരലിൽ എണ്ണാവുന്നവർക്ക് സാധിക്കുള്ള ആർക്കും കഴിയില്ല. റസൂലുള്ളാഹിന്റെ അതിൽ തന്നെ വേറെ പദവികൾ വേറെ ഉണ്ട്.